രാത്രി 12 മണിയോടുകൂടി നഗരത്തിന്റെ വറ്റിയു നിറഞ്ഞ ശബ്ദങ്ങളിൽ നിന്നും അകലം വഹിച്ചുള്ള ഒരു പഴയ പാർക്ക് ആളുകളെ ചിരിച്ചുകൊണ്ടു സായാഹ്നത്തെ വിടുമ്പോഴും ചിലർക്ക് ഒളിച്ചുകിടക്കുന്ന കാഴ്ചകളെ പ്രദർശിപ്പിക്കുമ്പോൾ ഒരു ദുരിതകാലത്തെ പഴയ കള്ളപ്പാട്ടുകളുടെ നിലപാടിൽ പോലെയും അവിടത്തെ തണുത്ത കാറ്റ് ഓരോ ഇലകളിലും നോവിന്റെ വെളിച്ചം വിതച്ച് അന്ധകാരത്തിന്റെ താഴ്വാരങ്ങളിൽ ഒളിയിലിരുന്ന കഥകളെ ആവിഷ്കരിക്കുന്നു. പാതിവഴിയിൽ തകർന്ന അടുക്കളക്കാരിയുടെ വിളികളോടെ പൂർത്തിയാക്കാത്ത രാത്രിയുടെ ശീതളതയിൽ പകൽ പോലെ പൊള്ളുന്ന വിളക്കുകൾ പോലും അവിടെ നിന്നൊരു സുരക്ഷയുടെ ഭ്രമം മാത്രമാണ്. അപ്പോൾ ഒരു ജൂനിയർ കോളേജ് വിദ്യാർത്ഥിനിയായ നീല അവളുടെ കൂട്ടുകാരൻ അനീഷ് എന്നിവരെ കൂടെ കൊണ്ട് ആ പഴയ പാർക്കിലേക്ക് ഒരു വെറുതെ രാത്രി ചുറ്റിക്കാണ് മാത്രം ചെയ്യാൻ തീരുമാനിച്ചു. അവൾക്കിഷ്ടമായ ഒരു സായാഹ്ന സഞ്ചാരത്തെപ്പോലെ അവൾ ഈ വെളിച്ചമില്ലാത്ത പാതകളിലൂടെ കടക്കുമ്പോൾ അവളുടെ ഹൃദയം തീവ്രമായ ഉല്ലാസവും അലോസരവും തമ്മിൽ പാടുപെടുന്ന ഒരു സംഘർഷത്തിൽ മുങ്ങിയിരുന്നുവെന്ന് അവൾക്ക് അവളെ തന്നെ അറിയാമായിരുന്നു. റോഡ് കിണറ്റിലേക്കും തകർന്ന സെമിനാറുകൾക്കിടയിലൂടെ പാതകൾക്കു സദാ മറഞ്ഞിരുന്ന പഴയ കൊട്ടാരത്തിലും ഒരു അന്യമായ ശബ്ദം അവളെ പിന്തുടരുന്ന പോലെ തോന്നിയപ്പോൾ അവളുടെ ശരീരത്തിലെ രക്തം നിശബ്ദമായി ഗർഭത്തിലേക്ക് അടുക്കുന്നതുപോലെ അവളെ ദഹിപ്പിച്ചു. പാർക്കിന്റെ നടുവിൽ ഒരു പഴയ പൊടിഞ്ഞിരുന്ന ബെറ്റ് പാർക്കിന്റെ കാട്ടിലേക്ക് മറഞ്ഞിരുന്നതായി അവർ ശ്രദ്ധിച്ചു. അതിന്റെ സമീപം വെട്ടിലായി വീണിരിക്കുന്ന ഇലകൾ ചെറുതായി തലയിടിക്കുന്ന കാറ്റിൽ ഏതോ ഒരു മുഖം പോലെ നടന്നുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ അവരെ ഭീതിപ്പെടുത്തി. അനീഷ് ഒരു തമാശ ചെയ്ത് ഇവിടെ ഒരു ഭൂതമുണ്ടെന്നോ എന്നു ചോദിച്ചെങ്കിലും നീലയുടെ കണ്ണുകളിൽ നിശ്ചലമായ ഭയം തെളിഞ്ഞു. ഒരു സങ്കടഭരിതമായ ശബ്ദമില്ലാതെ അവൾ ശരീരത്തിന്റെ ഓരോ കോണിലും ഒരു പ്രകോപനമില്ലാത്ത നിരന്തരമായ ഭീതിയുടെ തോൽപ്പ് അനുഭവിച്ചു. പാർക്കിന്റെ അകത്ത് കടന്നപ്പോൾ പഴയ കെട്ടിടങ്ങൾ, തകർന്ന കയറ്റപ്പാതകൾ, മൂടിയിരുന്ന കണിശമായ വാതിലുകൾ എല്ലാം അവരെ ഒരു ദുരന്തത്തിലേക്ക് ക്ഷണിക്കുന്നതുപോലെ തോന്നി. അവിടെ ഒരു പഴയ ഗൈഡ് ബോർഡ് കാണപ്പെട്ടു. അതിൽ വീണ്ടും വരരുത് എന്ന് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ അത് ഒരു ശബ്ദമില്ലാത്ത മുന്നറിയിപ്പായി മാത്രം അവർക്കു തോന്നി. നീലയുടെ കൈയിൽ ഒരു തണുത്ത തൊലി പോലെയുള്ള സ്പർശം അപ്രതീക്ഷിതമായി നിഴലായി വീണപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. അവർക്കു ഒരു അന്യശക്തി അവരുടെ ചുറ്റുമാണ് പരന്നിട്ടുള്ളത്. പാർക്കിന്റെ മുറികളിലൂടെ സഞ്ചരിച്ചപ്പോൾ അനീഷ് ഒട്ടും ഭയപ്പെടുന്നില്ലാത്ത മനസ്സിൽ ചില പഴയ കഥകൾ പറയുമ്പോൾ നീലയ്ക്ക് തോന്നി അവിടത്തെ മൃദുവായ മറഞ്ഞുപോയ സന്തോഷത്തിന്റെ ശബ്ദം ഇപ്പോൾ പൂർണ്ണമായൊരു സങ്കടത്തിലേക്ക് മാറി. ഒരു പഴയ മഞ്ഞപ്പഴം വൃക്ഷത്തിന്റെ കീഴിൽ അവർ ഇരുന്നപ്പോൾ അനീഷ് ഒളിഞ്ഞുപോയ ശബ്ദങ്ങളെയോ ഏതോ പാതകളിലെ മന്ദഗതിയിലുള്ള ചലനങ്ങളെയോ ശ്രദ്ധിച്ചു. പക്ഷേ നീലയ്ക്ക് മനസ്സിലായി അവളുടെ ഹൃദയം മാത്രമാണ് ആ ശബ്ദത്തെ തിരിച്ചറിയുന്നത്. അപ്പോൾ ഒരു കടുത്ത ചളി പോലെ ഒരു ശബ്ദം അവളുടെ കാതിൽ എറിയപ്പെട്ടു. വീണ്ടെത്തിയവരാണ് എന്നു ചുരുളുന്നൊരു ശബ്ദം. മനുഷ്യശബ്ദത്തിന്റെയും പിശാചിന്റെ അന്തരീക്ഷത്തിന്റെയും മിശ്രിതം പോലെ അവളുടെ ശരീരം മുഴുവൻ കമ്പിയടിക്കുകയായിരുന്നുവെന്ന് അവൾക്ക് തോന്നി. അവൾ അനീഷിനോട് പറയാൻ ശ്രമിച്ചെങ്കിലും വാക്കുകൾ വരാതെ വായ തട്ടി. പാതിവഴിയിൽ അവർ ഒളിച്ചുകിടക്കുന്ന ഒരു പഴയ കെട്ടിടത്തിലേക്ക് ദൗത്യം ചെയ്തു. അവിടെ ഒരു മുറിയിലെ ചായം പാടുന്ന പൂർത്തിയാകാത്ത സീറ്റ്, ഒരു പഴയ കട്ടിൽ പിടിച്ചു ഉറച്ചിരുന്ന അവളുടെ തനിയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു മുഖം. പക്ഷേ അതിന്റെ കണ്ണുകളിൽ ഒരു അന്യമായ ദുഃഖവും വെറുമൊരു മനുഷ്യമുഖം പോലുമല്ലാത്ത ഭീതിയും ചായം പാടിയിരുന്നു. നീലയുടെ ഹൃദയം അത്ര ശക്തമായി മുട്ടി. അവൾ സഞ്ചരിച്ച പാതകൾ മുഴുവൻ അവളുടെ അന്ധകാരമായ ഓർമ്മകളെ വീണ്ടും ജീവിപ്പിക്കുന്നതുപോലെ തോന്നി. അനീഷ് അവളെ പിന്തുടരാൻ ശ്രമിച്ചെങ്കിലും നീലയ്ക്ക് തോന്നി അവൻ പോലും ഒരുപാട് മാറ്റം അനുഭവിക്കുന്നു. അവളുടെ ചുറ്റുപാടുകളിലെ മരങ്ങൾ, കെട്ടിടങ്ങൾ, പൊടിഞ്ഞ പാതകൾ എല്ലാം ജീവിക്കുന്ന പോലെ അവളെ നോക്കുന്നു. അവളുടെ ശരീരം മുഴുവൻ തളർന്നു. ഒരു അന്യശക്തി അവളെ പിടിച്ചിരുന്നില്ല. പക്ഷേ അവൾക്ക് തോന്നി അവൾക്ക് ഒഴിഞ്ഞു പോവാനുള്ള ഒരു അവസരമില്ല. പാർക്കിന്റെ ഹൃദയത്തിൽ അവൾ ഒരു പഴയ കല്ല് കണ്ടു. അതിന്റെ മുകളിൽ ചില പഴയ രേഖകൾ അടയാളമാക്കിയിരിക്കുന്നു. പക്ഷേ അവളുടെ മനസ്സിലില്ലാത്ത ഭാഷയിൽ അവ എഴുതപ്പെട്ടിരിക്കുന്നു. നീല അവയ്ക്കു വിരലുകൾ ഇടുമ്പോൾ ഒരു തണുത്ത കാറ്റ് മുഖത്ത് വീണു. അവളുടെ കണ്ണുകളിൽ ഒരുപാട് പഴയ മുഖങ്ങൾ പ്രതിഫലിച്ചു. അവർ അവളെ നോക്കിക്കൊണ്ട് ഉണ്ടായിരുന്നു, പകരം പറയാതെ. പക്ഷേ അവളുടെ മനസ്സിൽ ഒരു നിർബന്ധിത ഭയം സൃഷ്ടിച്ചു. പുതിയ ഒരു ശബ്ദം അവളുടെ കാതിൽ പെയ്യുന്നതായി തോന്നി. അത് മനുഷ്യശബ്ദമല്ല, പക്ഷേ പൂർണ്ണമായൊരു വിവേചനരഹിതമായൊരു നിശബ്ദ ശബ്ദം പോലെ അവളുടെ ദൈവവും പ്രതീക്ഷകളും മുഴുവൻ ഉണർത്തിയിരുന്നത്. അവൾ ഒരിക്കൽ തിരിഞ്ഞു നോക്കി. അനീഷ് ഇല്ലാതായി. പക്ഷേ അവളുടെ മുൻപിൽ ഒരു ശൂന്യമായ പാത മാത്രം. അവിടെ നിന്ന് ഒരു മാനുഷിക രൂപവുമില്ല. വെറുത്തൊരു അന്യശക്തിയുടെ അരികിൽ അവളെ നിരീക്ഷിക്കുന്നതുപോലെ. അവൾ പാതിവഴി ഓടി. പക്ഷേ ഓരോ ചുവടും ഒരു പുതിയ ഭീതിയുടെ പ്രതിഫലനം കൊണ്ട് നിറഞ്ഞിരുന്നു. മരങ്ങൾ, അടുക്കളക്കരകൾ, പഴയ മഞ്ഞപ്പഴം വൃക്ഷം എല്ലാം നിശബ്ദമായി അവളെ നിരീക്ഷിച്ചു. അവളുടെ ഓർമ്മകളെ തിരിച്ചറിഞ്ഞു. അവളുടെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന സങ്കല്പങ്ങളെ സൃഷ്ടിച്ചു. നീലയുടെ കാതിൽ വീണ്ടും ശബ്ദം പെയ്യുന്നു. നീ ഇവിടെ മാത്രമല്ല, നീ ഇതിനകം ഇവിടെ. എന്നാൽ അവൾക്ക് മനസ്സിലായി അവളുടെ ഹൃദയം മാത്രം ഈ ശബ്ദത്തെ തിരിച്ചറിയുന്നില്ല. എന്നാൽ അവൾ പൂർണ്ണമായും ഈ പാതിവഴി ഭീതിയിലേക്ക് വിണ്ണുമാറ്റിയിരിക്കുന്നു. പാർക്കിന്റെ അകത്തേക്ക് കൂടുതൽ നീങ്ങിയപ്പോൾ അവൾ ഒരു പഴയ കെട്ടിടത്തിലെ മുറിയിൽ എത്തി. അവിടെ ഒരു ചീത്ത കിരീടം പോലെ ഒരു അന്യശക്തി അവളെ കാത്തിരുന്നു.
അവളുടെ കണ്ണുകൾ പൂർണ്ണമായും അടയാളം മറഞ്ഞു, പക്ഷേ അവളുടെ മനസ്സിൽ ഒരു പ്രതിഫലനം നിന്നു. അവൾക്ക് തിരിച്ചറിഞ്ഞത് പൂർണ്ണമായ ഒരു അന്യശബ്ദത്തിന്റെ നിലയിലൂടെയായിരുന്നു. അവളുടെ ഭയം, ആലോചന, സങ്കല്പം എല്ലാം അവളുടെ ശരീരത്തിൽ നിന്നു പുറത്തേക്ക് കനിഞ്ഞുപോയി. അവളുടെ ചുറ്റുപാടുകളിലെ തണുത്ത കാറ്റും മരങ്ങളുടെ ആലോളങ്ങളും പഴയ പാതകളിലെ ചാടലുകളും എല്ലാം ഒരു അന്യശക്തിയുടെ നിശബ്ദമായ പാട്ടായി മാറി അവളുടെ മനസ്സിൽ പൂർണ്ണമായ ഒരു ഭയം ഉണ്ടാക്കി. നീല ഓടി, പക്ഷേ ഒരു അവസാനം ഇല്ലാത്ത പാതയിൽ. അവൾക്ക് തോന്നി അവൾ പൂർണ്ണമായും അന്ധകാരത്തിന്റെയും അന്യശക്തിയുടെയും പിടിയിൽ വീണുവെന്നു. അവൾക്ക് ഓർമ്മപ്പെട്ടു, ഈ പാർക്ക് വർഷങ്ങളായി വൃദ്ധരും കുട്ടികളും ഒരുപാട് സന്ദർശിച്ചിട്ടുണ്ടെന്നും എന്നാൽ അവിടെ നിന്ന് ആരും മടങ്ങിയിട്ടില്ലെന്നും. കാരണം ഈ അന്യശക്തി, ഈ ഭൂതം, അല്ലെങ്കിൽ ഈ കാറ്റ്, അതിനെ കണ്ടവർക്ക് ഇനി എവിടെയും പോകാൻ അനുവദിക്കുന്നില്ലെന്നും. നീല തന്റെ ഹൃദയം മുഴുവൻ അടിച്ചു. അവൾക്ക് തിരിച്ചറിഞ്ഞു, അവളുടെ ഓർമ്മകളിലെ ഭീതിയാണ് ഇനി അവളുടെ ഭവനവും ഭാവിയും പൂർണ്ണമായും പിടിച്ചിരിക്കുന്നത്. രാത്രിയുടെ അടഞ്ഞുവരുന്ന ശീതളത്തിൽ അവളുടെ സാക്ഷ്യം ഒരു പാതിവഴി കാറ്റിലെ ശബ്ദമായി മാറി, പാർക്കിന്റെ മൂടിയ മരങ്ങളിലൂടെ ചങ്ങാതിയായി. എന്നാൽ നീലയുടെ കണ്ണുകളിൽ നിന്നൊരു പ്രതിഫലനം മാത്രം, ഒരു മനുഷ്യമുഖം അല്ല, പക്ഷേ പൂർണ്ണമായൊരു അന്യശക്തിയുടെ ഭയം. അവളുടെ ജീവിതത്തിൽ പൂർണ്ണമായൊരു നിശ്ചലമായ കാഴ്ചയായി അവശേഷിച്ചു. പാർക്ക് വീണ്ടും ശാന്തമാകുമ്പോൾ പാതകൾ, മരങ്ങൾ, പഴയ കെട്ടിടങ്ങൾ എല്ലാം പൂർണ്ണമായും അന്ധകാരത്തിൽ മറഞ്ഞു. എന്നാൽ നീലയുടെ ഓർമ്മകൾ, അവളുടെ ഹൃദയം, അവളുടെ ശബ്ദങ്ങൾ അവിടെ നിന്നും പൂർണ്ണമായും വിടുന്നില്ല. അവളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായും ഒരു നിശ്ചലമായ ഭയത്തിന്റെയും മായാജാലത്തിന്റെയും സാക്ഷ്യമായും മാറി ആ രാത്രിയുടെ പാതിവഴി കാലങ്ങളോളം തുടരുന്നു.